പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ്റെ 148ാമത് ജന്മദിനത്തിൻ്റെ ഭാഗമായി പൊതുസമ്മേളനവും ഭക്തിഘോഷയാത്രയും നടന്നു. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവന്റെ 148ാമത് ജന്മദിന ഉത്സവത്തിന്റെ ഭാഗമായി PRD ആസ്ഥാനത്താണ് പൊതുസമ്മേളനം നടന്നത്. ഇതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മതമോ ജാതിയോ ഏതുമായിക്കൊള്ളട്ടെ, അടിച്ചമർത്തപ്പെടുന്നവരുടെ നില എല്ലായിടത്തും ഒന്നായിരിക്കും എന്ന വിളംബരം കൂടിയായിരുന്നു PRDSൻ്റെ രൂപീകരണത്തിലൂടെ നടന്നത്. ഹിന്ദുമതത്തിൻ്റെയും ക്രിസ്തുമതത്തിൻ്റെയും പുറവഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അടിച്ചമർത്തപ്പെട്ട മനുഷ്യർ നേരിടേണ്ടി വരുന്ന വിവേചനങ്ങളെക്കുറിച്ച് പൊയ്കയിൽ ശ്രീകുമാരഗുരു നമ്മെ ജാഗ്രതപ്പെടുത്തി. വിവേചനങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയും കാരണം ജാതിയും ജാതീയതയും മാത്രമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് PRDS രൂപീകരണത്തിന് പിന്നിൽ വർഗപരമായ കാഴ്ചപ്പാടുകൂടി നിലനിന്നിരുന്നുവെന്ന് പറഞ്ഞത്. മാരാമൺ നദിയിലിറങ്ങി മുങ്ങിക്കുളിച്ച ശേഷമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന പുത്തൻ നവോത്ഥാന പ്രസ്ഥാനത്തിന് കുമാരഗുരു രൂപം നൽകിയത്. പാട്ടുകൊണ്ട് സമരശക്തി ഉണർത്തിയ പ്രക്ഷോഭകാരിയായിരുന്നു അദ്ദേഹം. തൻ്റെ കാലത്ത് നിലനിന്നിരുന്ന അനാചാരങ്ങളെക്കുറിച്ച് പാടുക മാത്രമല്ല, അതിനെതിരെ തീവ്രമായി പ്രതികരിക്കുന്നതിനും അദ്ദേഹം മടി കാണിച്ചില്ല. സഭാ പ്രസിഡന്റ് Y സദാശിവൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രി വീണ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. MP-മാരായ തിരുമാവളൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. ആദിയർ ദീപം ജന്മദിന പതിപ്പ് രമേശ് ചെന്നിത്തല MLA പ്രകാശനം ചെയ്തു. സമാധാനവും പുരോഗമന ജീവിതവും സമൂഹത്തിന് പ്രദാനം ചെയ്യാൻ വേണ്ടിയാണ് കുമാരഗുരുദേവൻ പ്രവർത്തിച്ചത്. നമുക്കറിയാം, കുമാരഗുരുദേവൻ പ്രവർത്തിച്ച കാലഘട്ടം അടിച്ചമർത്തലിൻ്റെയും മാറ്റി നിർത്തപ്പെടലിൻ്റെയും ഒരു കാലഘട്ടമായിരുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വിവേചനം കൊടികുത്തി വാണുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗുരുദേവന്റെ ജീവിതവും പ്രവർത്തനവും നമ്മൾ സാക്ഷ്യം വഹിച്ചത്. മാത്യു തോമസ് MLA, സംവിധായകൻ ഡോക്ടർ ബിജു, ഗുരുകുല ഉപശ്രേഷ്ഠൻ മണി മഞ്ചാടിക്കരി, CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം, സംവരണ സംരക്ഷണ സമിതി ചെയർമാൻ സണ്ണി M കബിക്കാട്, CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ്, ഇരുവേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് BC ബിജിമോൾ, ഹൈ കൗൺസിൽ അംഗങ്ങളായ VR കുട്ടപ്പൻ, PN രഘുനാഥ്, ട്രസ്റ്റ് അംഗം ഡോക്ടർ VK രാജു, DSS അധ്യക്ഷ രേഷ്മ കരിവേടകം, സഭാ ജനറൽ സെക്രട്ടറി TK അനീഷ്, ട്രഷറർ RR വിശ്വകുമാർ എന്നിവർ പ്രസംഗിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സഭാംഗങ്ങളെ ആദരിച്ചു. കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്ഞാനമണി മോഹൻ, മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കൃഷ്ണൻകുട്ടി മുള്ളംകുഴി, രഞ്ജിനി അജിത് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി നെല്ലാട് ജംഗ്ഷനിൽ നിന്ന് PRDS ആസ്ഥാനത്തേക്ക് നടത്തിയ ഭക്തിഘോഷയാത്രയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. സഭാ പ്രസിഡന്റ് Y സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥാപിച്ച വർണ്ണരഹിതമായ സ്വതന്ത്ര മതസംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDS. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഈ കേരളത്തിന്റെ മണ്ണിൽ ആവിർഭവിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ട് 115 വർഷങ്ങൾ പിന്നിടുകയാണ്. ഈ 115 വർഷക്കാലത്തിനിടയിൽ ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ സർവതോന്മുഖമായ ഉന്നമനത്തിന് വേണ്ടി സഭ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
ജന്മദിന മഹോത്സവത്തോടനുബന്ധിച്ചുള്ള സഭയുടെ പ്രൗഢഗംഭീരമായ ഘോഷയാത്രയാണ് കടന്നു വരുന്നത്. മാനത്ത് തീ കൊയ്തു മെതിക്കണ കണ്ടി